എന്ത് ഫുഡ് ഉണ്ടാക്കണം, അതിൻ്റെ പ്ലാനിങ്, പച്ചക്കറി അരിയൽ, പാചകം, എന്നും കാല് കെട്ടിയതുപോലെ ഇത് തന്നെ കഥ. ആകെ മടുത്തോ? ഇതിൻ്റെ സൊല്യൂഷൻ കാലങ്ങളായി നമ്മുടെയൊക്കെ അടുക്കളയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലോ? ആയിരിക്കണ ഫ്രിഡ്ജില്ലേ, അതിലെ ഫ്രീസർ കമ്പാർട്ട്മെൻ്റ് ഇല്ലേ, അതൊരു പവർഫുൾ ടൈം സേവിങ്, സ്ട്രെസ് സേവിങ് മെഷീനാണ്. നമ്മൾ അറിയാഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ അത് അറിയുന്നവരോ? അപ്പോഴും പലരും ഇത് ഉപയോഗിക്കില്ല. ഫ്രീസറിൽ വെച്ച ഫുഡ് ഹെൽത്തി അല്ല, മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല, ഇനിയിപ്പോൾ ഞാനൊരു മടിച്ചിയാണെന്ന് പറയുമോ? അങ്ങനെ 1000 ആശങ്കകളാണ്. എൻ്റെ കൂടെ ഒന്ന് വന്നേ, നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്ന് ഈ വിഷയത്തിൽ എന്നേക്കുമായി ഒരു പരിഹാരം ഉണ്ടാക്കിയാലോ? പലർക്കും അറിയാത്തൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഡെയിലി ഫുഡ് ഐറ്റംസിൽ മിക്കതും ദിവസങ്ങളോളം ഫ്രീസറിൽ ഫ്രഷ് ആയിരിക്കും. എന്നും കിച്ചണിൽ നമ്മൾ ചെയ്യുന്ന 50% കാര്യങ്ങൾ ഇങ്ങനെ 1-2 ദിവസം മെനക്കെട്ടാൽ ഒറ്റയടിക്ക് തീർക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താ? ബാക്കി ദിവസമൊക്കെ സമാധാനമായിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് എന്ത് ഫുഡ് ഉണ്ടാക്കണമെന്ന് ആലോചിക്കേണ്ടാത്തൊരു ദിവസം, അന്ന് നമ്മുടെ മനസ്സ് എത്ര ശാന്തമായിരിക്കും. ആകെ ക്ഷീണിച്ച ദിവസങ്ങളിൽ, വയ്യാതിരിക്കുമ്പോൾ, ഓക്കെ ആവല്ലാത്തപ്പോഴൊക്കെ ഫുഡ് ഫ്രിഡ്ജിൽ റെഡിയായിട്ട് ഇരിപ്പുണ്ടെങ്കിലോ? ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായില്ലേ? ഇതൊരിക്കലും മടിയല്ല, ഇത് സെൽഫ് കെയർ ആണ്. ആഴ്ചയിൽ ഒരിക്കലോ 2 തവണയോ മറ്റോ ബാച്ചായി കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സമയമാണ്. ആ സമയം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നടക്കാൻ പോക്കൂടെ, വർക്കൗട്ട് ചെയ്തൂടെ, റെസ്റ്റ് എടുത്തൂടെ, പാട്ട് കേട്ടൂടെ, വായിച്ചൂടെ? അത് മാത്രമല്ല, നമ്മൾ എന്തോരം പൈസ സേവ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾസ് ഇരുന്ന് കേടാവില്ല, കുക്ക് ചെയ്ത ഫുഡ് വേസ്റ്റ് ആവില്ല, എല്ലാവർക്കും നല്ല ഹെൽത്തി ആയ ഫുഡ് കൃത്യസമയത്ത് കഴിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി പറയാണ്, ഇങ്ങനെ ബാച്ചായി കുക്ക് ചെയ്യുന്നത് നമ്മളെ ഒരിക്കലും ഒരു ചീത്ത ആളാക്കില്ല. ഇതിനർത്ഥം നമ്മൾ നമ്മുടെ എനർജിയെ, നമ്മുടെ സമയത്തെ, നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ സമാധാനം, ഇതൊക്കെ വാല്യൂ ചെയ്യുന്നു എന്നാണ്. നമ്മൾ കുക്കിങ്ങിൽ നിന്നല്ല, എന്നും കുക്ക് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ചടപ്പിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്. ഇത് നമ്മൾ ഓരോരുത്തരുടെയും അവകാശം തന്നെയാണ്. ഫ്രീസറിൽ വെച്ച ഫുഡിൽ സ്നേഹത്തിന് ഒരു കുറവുമില്ല. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന മെൻ്റൽ പ്രഷറിൽ ഒരുപാട് കുറവ് വരും. ഫുഡ് റെഡി ആണെങ്കിൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആവും, മൈൻഡ് ഹാപ്പി ആവും, സ്ട്രോങ് ആവും. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും ബെസ്റ്റായ നമ്മളെ തന്നെ കൊടുക്കാനും പറ്റും. ഇതൊന്നും അറിയാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവനവൻ്റെ കാര്യം നോക്കാൻ മറന്നുപോയ ആ സ്ത്രീ അറിയില്ലേ? അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ?